പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള സ്പെഷ്യൽ ടോപ്പിക് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: BNSലെ ആദ്യ ബിൽ അവതരിപ്പിച്ചത് 2023 ഓഗസ്റ്റ് 11. ആദ്യ ബിൽ അവതരിപ്പിച്ചത് 2023 ഓഗസ്റ്റ് 11. പാർലമെന്റിൽ ബിൽ അവതരിപ്പിച്ചത് അമിത് ഷാ. പാർലമെന്റിൽ ബിൽ അവതരിപ്പിച്ചത് അമിത് ഷാ. ആഭ്യന്തര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബിൽ പരിശോധിച്ച ശേഷം പിൻവലിക്കുകയും ചില ശുപാർശകൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. ആഭ്യന്തര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബിൽ പരിശോധിച്ച ശേഷം പിൻവലിക്കുകയും ചില ശുപാർശകൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. പുതുക്കിയ രണ്ടാമത്തെ ബിൽ അവതരിപ്പിച്ചത് 2023 ഡിസംബർ 12. പുതുക്കിയ രണ്ടാമത്തെ ബിൽ അവതരിപ്പിച്ചത് 2023 ഡിസംബർ 12. ബിൽ ലോക്സഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 20. ബിൽ ലോക്സഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 20. ബിൽ രാജ്യസഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 21. ബിൽ രാജ്യസഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 21. പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2023 ഡിസംബർ 25. പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2023 ഡിസംബർ 25. നിയമം നിലവിൽ വന്നത് 2024 ജൂലൈ 1. നിയമം നിലവിൽ വന്നത് 2024 ജൂലൈ 1. ആദ്യ ബിൽ അവതരിപ്പിച്ചത് 2023 ഓഗസ്റ്റ് 11. പുതുക്കിയ രണ്ടാമത്തെ ബിൽ അവതരിപ്പിച്ചത് 2023 ഡിസംബർ 12. ബിൽ ലോക്സഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 20. ബിൽ രാജ്യസഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 21. പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2023 ഡിസംബർ 25. നിയമം നിലവിൽ വന്നത് 2024 ജൂലൈ 1. 160 വർഷത്തിലധികം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി കൊണ്ടുവന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. 160 വർഷത്തിലധികം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി കൊണ്ടുവന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. ഭാരതീയ ന്യായ സംഹിതയിൽ 20 അധ്യായങ്ങളും 358 സെക്ഷനുമാണ് ഉള്ളത്. ഭാരതീയ ന്യായ സംഹിതയിൽ 20 അധ്യായങ്ങളും 358 സെക്ഷനുമാണ് ഉള്ളത്. ഇന്ത്യയിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് ഗ്വാളിയർ, മധ്യപ്രദേശിലെ ഗ്വാളിയറിലാണ് ഇന്ത്യൻ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതൊരു ബൈക്ക് മോഷണ കേസ് ആയിരുന്നു. എന്നാൽ കേരളത്തിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് കൊണ്ടോട്ടി, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി. കേരളത്തിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് കൊണ്ടോട്ടി, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി. ഇത് അശ്രദ്ധമായും മനുഷ്യജീവന് അപകടം വരുത്തുന്ന രീതിയിൽ ഇരുചക്ര വാഹനം ഓടിച്ചതിനാണ്. കേരളത്തിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് കൊണ്ടോട്ടി. ഇത് അശ്രദ്ധമായും മനുഷ്യജീവന് അപകടം വരുത്തുന്ന രീതിയിലും ഇരുചക്ര വാഹനം ഓടിച്ചതിനാണ്. ഭാരതീയ ന്യായ സംഹിതയിൽ നിർവചനങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 2. ഭാരതീയ ന്യായ സംഹിതയിൽ നിർവചനങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 2. സെക്ഷൻ 2-ൽ 3-ൽ പറയുന്ന ഡെഫിനിഷൻ: കുട്ടി. കുട്ടി എന്നാൽ 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഏതൊരു വ്യക്തിയെയും കുട്ടി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നു. 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഏതൊരു വ്യക്തിയെയും കുട്ടി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നു. സെക്ഷൻ 2-ൽ 3. സെക്ഷൻ 2-ൽ 8 രേഖ. തെളിവായി ഉപയോഗിക്കാവുന്നതോ തെളിവായി ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതോ ആയ ഏതെങ്കിലും കാര്യം, അക്ഷരങ്ങൾ, സംഖ്യകൾ, അടയാളങ്ങൾ എന്നിവ വഴി ഒരു പദാർത്ഥത്തിന്മേൽ പ്രകടമാക്കുകയോ വിവരിക്കുകയോ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഡിജിറ്റൽ, ഇലക്ട്രോണിക് രേഖകൾ ഉൾപ്പെടുന്നു.
സെക്ഷൻ 2-8 രേഖ. തെളിവായി ഉപയോഗിക്കാവുന്നതോ തെളിവായി ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതോ ആയ എന്തെങ്കിലും കാര്യം, അക്ഷരങ്ങൾ, സംഖ്യകൾ, അടയാളങ്ങൾ എന്നിവ വഴി ഒരു പദാർത്ഥത്തിന്മേൽ പ്രകടമാക്കുകയോ വിവരിക്കുകയോ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഡിജിറ്റൽ, ഇലക്ട്രോണിക് രേഖകൾ ഉൾപ്പെടുന്നു. സെക്ഷൻ 2-13 അഭയം. ഒരാൾക്ക് ആശ്രയമോ ഭക്ഷണമോ പാനീയമോ പണമോ വസ്ത്രങ്ങളോ ആയുധങ്ങളോ വെടിക്കോപ്പോ വാഹന സൗകര്യമോ നൽകുന്നതോ അല്ലെങ്കിൽ പിടിക്കപ്പെടുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നതിനു വേണ്ടി ഒരാളെ സഹായിക്കുന്നതോ ഉൾപ്പെടുന്നു. ഒരാൾക്ക് ആശ്രയമോ ഭക്ഷണമോ പാനീയമോ പണമോ വസ്ത്രങ്ങളോ ആയുധങ്ങളോ വെടിക്കോപ്പോ വാഹന സൗകര്യമോ നൽകുന്നതോ അല്ലെങ്കിൽ പിടിക്കപ്പെടുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നതിനു വേണ്ടി ഒരാളെ സഹായിക്കുന്നതോ ഉൾപ്പെടുന്നു. സെക്ഷൻ 2-14 പരിക്ക്. ഏതൊരു വ്യക്തിയുടെയും ശരീരത്തിനോ മനസ്സിനോ ഖ്യാതിക്കോ വസ്തുവിനോ നിയമവിരുദ്ധമായി ഉണ്ടാകുന്ന ഏതൊരു ഹാനിയെയും പരിക്കെന്ന് പറയാം. സെക്ഷൻ 2-14 പരിക്ക്. ഏതൊരു വ്യക്തിയുടെയും ശരീരത്തിനോ മനസ്സിനോ ഖ്യാതിക്കോ വസ്തുവിനോ നിയമവിരുദ്ധമായി ഉണ്ടാകുന്ന ഏതൊരു ഹാനിയെയും പരിക്ക് എന്ന് പറയാം. സെക്ഷൻ 2-28 പബ്ലിക് സർവന്റ്. പൊതുസേവകൻ. പബ്ലിക് സർവന്റ് എന്നതിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നവർ ഇന്ത്യയിലെ കരസേനയിലോ നാവികസേനയിലോ വ്യോമസേനയിലോ ഏതൊരു കമ്മീഷൻഡ് ഓഫീസറും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ വ്യക്തികളുടെ ഏതെങ്കിലും സംഘത്തിലെ ഒരു അംഗമെന്ന നിലയിലോ വിധി നിർണയം നടത്തുന്നതിനുള്ള ഏതെങ്കിലും ചുമതല നിർവഹിക്കുന്നതിന് നിയമത്താൽ അധികാരപ്പെടുത്തിയ ഏതൊരു ജഡ്ജിയും. സെക്ഷൻ 2-28 പൊതുസേവകൻ. പബ്ലിക് സർവന്റ് എന്നതിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നവർ ഇന്ത്യയിലെ കരസേനയിലോ നാവികസേനയിലോ വ്യോമസേനയിലോ ഏതൊരു കമ്മീഷൻഡ് ഓഫീസറും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ വ്യക്തികളുടെ ഏതെങ്കിലും സംഘത്തിലെ ഒരു അംഗമെന്ന നിലയിലോ വിധി നിർണയം നടത്തുന്നതിനുള്ള ഏതെങ്കിലും ചുമതല നിർവഹിക്കുന്നതിന് നിയമത്താൽ അധികാരപ്പെടുത്തിയ ഏതൊരു ജഡ്ജിയും. സെക്ഷൻ 3 ജനറൽ എക്സ്പ്ലനേഷൻ. സെക്ഷൻ 3-5 acts done by several persons in furtherance of common intention. സെക്ഷൻ 3-5 acts done by several persons in furtherance of common intention. പല വ്യക്തികൾ കൂടി അവരുടെയെല്ലാം പൊതു ലക്ഷ്യത്തെ പുരോഗമിപ്പിക്കുന്നതിന് ഒരു കുറ്റകരമായ കൃത്യം ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവരിൽ ഓരോരോ വ്യക്തിയും ആ കൃത്യം അയാൾ തനിയെ ചെയ്തിരുന്നുവെങ്കിൽ എന്ത് രീതിയിലാണോ ഉത്തരവാദിയാകുന്നത് ആ രീതിയിൽ തന്നെ ഉത്തരവാദിയാകുന്നതാണ്. സെക്ഷൻ 3-5 acts done by several persons in furtherance of common intention. പല വ്യക്തികൾ കൂടി അവരുടെയെല്ലാം പൊതു ലക്ഷ്യത്തെ പുരോഗമിപ്പിക്കുന്നതിന് ഒരു കുറ്റകരമായ കൃത്യം ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവരിൽ ഓരോരോ വ്യക്തിയും ആ കൃത്യം അയാൾ തനിയെ ചെയ്തിരുന്നുവെങ്കിൽ ഏത് രീതിയിലാണോ ഉത്തരവാദിയാകുന്നത് ആ രീതിയിൽ തന്നെ ഉത്തരവാദിയാകുന്നതാണ്. സെക്ഷൻ 4 പണിഷ്മെന്റ് ശിക്ഷകൾ. ഭാരതീയ ന്യായ സംഹിതയ്ക്ക് കീഴിൽ നൽകപ്പെടുന്ന ശിക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. സെക്ഷൻ 4 BNSന് കീഴിൽ നൽകപ്പെടുന്ന ശിക്ഷകൾ. മരണം, ജീവപര്യന്ത തടവ്, തടവ് 2 തരം. കഠിന തടവ്, കടുപ്പമുള്ള ജോലിയോട് കൂടിയത്. 2 വെറും തടവ്. വസ്തു കണ്ടുകെട്ടൽ, പിഴ, സാമൂഹ്യ സേവനം. സെക്ഷൻ 4 ശിക്ഷകൾ. ഭാരതീയ ന്യായ സംഹിതയ്ക്ക് കീഴിൽ നൽകപ്പെടുന്ന ശിക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. BNSന് കീഴിൽ നൽകപ്പെടുന്ന ശിക്ഷകൾ. മരണം, ജീവപര്യന്ത തടവ്, തടവ് 2 തരം. കഠിന തടവ്, കടുപ്പമുള്ള ജോലിയോട് കൂടിയത്, വെറും തടവ്. വസ്തു കണ്ടുകെട്ടൽ, പിഴ, സാമൂഹ്യ സേവനം. ഇതുപോലെയുള്ള ചെറിയ പാർട്ടുകളായി സ്പെഷ്യൽ ടോപ്പിക്കിലെ മുഴുവൻ ക്ലാസ്സിൽ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക.